എന്താണ് അവിടെ? അത് ഒരുത്തം കൂടി വരുന്നു. വിളിക്കാനാ പ്രഭു, അത്ഭുത ശക്തി കൊണ്ട് അടിയനെ ഈ അത്യാവത്തിൽ നിന്നും രക്ഷിച്ച അങ്ങാരാണ്? ഞാനൊരു സാധാരണ മനുഷ്യൻ മാത്രം. കന്യാപുത്രനായ ഈശോ മിശിഹായുടെ വിനീത ശിഷ്യൻ. അങ്ങനെയാണോ? ക്രിസ്തുദേവന്റെ അവദാനങ്ങളെ പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഗലീലയിലും ജെറുസലേമിലും വെച്ച് ആതുല്യ മഹാത്മ്യം അറിയാൻ ഇടവന്നിട്ടുണ്ട്. നന്ദികെട്ട മനുഷ്യർ എന്റെ ഗുരുദേവനെ കുരിശിലേറ്റി പാപികൾക്ക് വേണ്ടി, അവർക്ക് സ്വർഗരാജ്യം തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ആ മഹാനുഭാവൻ അവരുടെ വേദനകൾ സ്വയം ഏറ്റെടുത്ത് അനുഭവിച്ചു. ആ പരമകാരുണ്യകന്റെ ദിവ്യോപദേശം ലോകമെങ്ങും പ്രചരിപ്പിക്കണം. അത് മാത്രമാണ് എന്റെ ജീവിത ലക്ഷ്യം. പ്രഭു, ഞാനൊരു വ്യാപാരിയാണ്. പേര് ഹാബാൻ. ഭാരതത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒട്ടേറെ രാജ്യങ്ങൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഭാരതീയർ ദൈവവിശ്വാസികളാണെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായും വരണം. അവിടുന്ന് എന്റെ കൂടെ വരണം. അവിടുത്തെ സന്ദർശന ഉദ്ദേശം പരിപൂർണമായും വിജയിക്കും. വരണം. പിതാജിയുടെ ജന്മദിനത്തിന് എന്റെ പാദോഷ്യം എന്താണെന്ന് അറിയാമോ? എന്താണ് മോളെ? ഒന്നാം തരം ഒരു പുത്തൻ നൃത്തം. അതായിരിക്കും അന്ന് നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും കൃത്യമായ പാരിതോഷികം. തിരുമേനി, രാജകുമാരി ഒരു പൊതു സദസ്സിൽ നൃത്തം ചെയ്യുന്നത് ശരിയല്ലെന്നാണോ വിക്രമന്റെ അഭിപ്രായം? തിരുവുള്ളക്കേട് തോന്നരുത്. അവിടുത്തെ അന്തസ്സിന് യോജിച്ചതല്ല ഒരു പരസ്യ നൃത്തം. ഓർമ്മയായ കാലം മുതൽ എല്ലാ ജന്മദിനത്തിനും ഞാനാണ് നൃത്തം ചെയ്യാറുള്ളത്. രാജനർത്തയ്ക്ക് ലഭിക്കേണ്ട ഒരു അസുലഭ സന്ദർഭമാണ്. രാജകുമാരിയോടുള്ള പ്രത്യേകത കൊണ്ട് നാം അത് പലവരും നിഷേധിച്ചു. പക്ഷേ ഇനിയും അത് ആവർത്തിക്കും. വിക്രമൻ പറയുന്നത് ശരിയാണ് മോളെ. എന്റെ ഗുരുനാഥയെ ഞാൻ അവരെ ബഹുമാനിക്കുന്നു. അതും ശരിയാണ് വിക്രമ. രാജനർത്തയ്ക്ക് അർഹിക്കുന്ന യാതൊരു പദവിക്കും നാം കോട്ടം വരുത്തുകയില്ല. പക്ഷേ ഒരു പക്ഷേയുമില്ല. ഇത്തവണ ഞാൻ തന്നെ നൃത്തം ചെയ്യും. എന്ത് ചെയ്യാം? അവരുടെ മുൻപിൽ മാത്രം നാം പലപ്പോഴും ദുർബലനായി പോകുന്നു. അതെ, നമ്മുടെ പ്രജകളോടൊത്ത് എല്ലാം മറന്ന് ഉള്ളം തുറന്ന് ആഹ്ലാദിക്കാനുള്ള അവസരം. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജന്മദിനം ആഘോഷിക്കാൻ നാം അനുവദിക്കുന്നത്. സ്ഥാനമാനങ്ങൾ നോക്കാതെ സകലരും ഏകോദര സഹോദരങ്ങളെ പോലെ ഇതിൽ പങ്കുകൊള്ളണം. മഹാരാജാവ് വിജയിച്ചാലും തിരുമുഖം കാണാൻ വിദേശ വ്യാപാരി ഹവാൻ അവസരം ചോദിച്ച് കാത്തു നിൽക്കുന്നു. ഓഹോ, വേഗം കൂട്ടിക്കൊണ്ടുവരൂ. ഉത്തരം. തക്ക സമയത്ത് വന്നു. ഈ ജന്മദിനത്തിന് നമുക്ക് ചില അപൂർവ രത്നങ്ങൾ സമ്മാനിക്കാമെന്ന് ഹവാൻ വാഗ്ദാനം ചെയ്തിരുന്നു. അതേ തിരുമേനി, ആ വാഗ്ദാനം പാലിക്കാൻ മാത്രമല്ല, മറ്റേതിനേക്കാളും അമൂല്യമായ ഒരു പുരുഷരത്നത്തെ പരിചയപ്പെടുത്താനും അടിയന് ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. ഇദ്ദേഹം ദൈവപുത്രനായ ക്രിസ്തുദേവന്റെ വിനീത ശിഷ്യന്മാരിൽ ഒരാളാണ് വിശുദ്ധ തോമ. വരണം. ഇരിക്കൂ ഹവാൻ. മഹാനുഭാവ, ഒരു പുണ്യപുരുഷന്റെ പാദസ്പർശനത്താൽ നമ്മുടെ അരമന പരിപാവനമായി. സജീവോത്തമ, ഈ സന്തോഷ വാർത്ത നാടെങ്ങും അറിയിക്കും. ഈ സുദിനം നമുക്ക് ആർഭാടമായി കൊണ്ടാടണം. എന്റെ ഏർപ്പാടുകൾ ഉടനെ ചെയ്യും. ആസ്ഥാനം നടത്തുകയും വിവരം അറിയിക്കൂ. ജന്മദിനത്തിൽ നൃത്തം ചെയ്യാൻ രാജപുത്രി, അല്ലാത്ത അവസരത്തിൽ ആസ്ഥാന നർത്തകി ആക്ഷേപിക്കുന്നതിനൊരതിരുണ്ട്. ഞാൻ പല വിധത്തിൽ പറഞ്ഞു നോക്കി. പുത്രിയോടുള്ള വാത്സല്യം കൊണ്ട് മഹാരാജാവ്... വാത്സല്യം? അതിന്റെ ആഴം ഞാൻ അളപ്പിക്കാം. നോക്കട്ടെ ഇപ്രാവശ്യം ആരാണ് നൃത്തം ചെയ്യുന്നതെന്ന്, ജന്മദിനം കൊണ്ടാടുന്നത് എങ്ങനെയെന്ന്. ചാന്ദിനി, സാഹസം ഒന്നും കാണിക്കരുത്. എടുത്തിയാട്ടം എപ്പോഴും അപകടമാണ്. ഉറക്കെ പറഞ്ഞാലും കേൾക്കാൻ ചെവിയില്ലാത്ത മനുഷ്യ. ഇനിയും നിങ്ങളെ വിശ്വസിച്ച് എന്റെ ആയുസ് പാഴാക്കാൻ ഞാൻ തയ്യാറില്ല. തക്ക സമയത്ത് നമുക്ക് വേണ്ട ചെയ്യാം. തൽക്കാലം നൃത്തത്തിന് തയ്യാറാവും. ഒരു സന്യാസിയുടെ മുൻപിൽ നാണക്കേട്. നീ ഉദ്ദേശിക്കുന്ന തരത്തിൽ താടിയും ദീക്ഷയും വളർത്തി കാഷായവും കമങ്കലവും ധരിച്ച് എല്ലാം ബ്രഹ്മമായെന്ന് വിചാരിച്ച് നടക്കുന്ന ആളല്ല ആ സന്യാസി. ചെറുപ്പം,
സുന്ദരൻ വിചാരിച്ചാൽ ഏത് കാര്യവും ആ നിമിഷത്തിൽ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുമത്രേ. അദ്ദേഹത്തിന്റെ അത്ഭുതശക്തിയെപ്പറ്റി ഹാവാൻ പറയുന്നത് കേട്ടിട്ട് ദൈവത്തിന്റെ അവതാരമാണെന്ന് തോന്നിപ്പോയി. ശരിയാണോ? അയാൾക്ക് കള്ളം പറയേണ്ട കാര്യം? ചെറുപ്പമാണോ? എന്താ? ഒന്നുമില്ല. ദൈവമല്ലല്ലോ, മനുഷ്യൻ തന്നെയല്ലേ. നിങ്ങൾ പൊയ്ക്കുള്ളൂ. ഇന്ന് ഞാൻ നൃത്തം ചെയ്യും, ഇതുവരെ ആരും കാണാത്ത തരത്തിൽ. ഈ അടിയന്തര സമ്മേളനത്തിന്റെ പരമോദ്ദേശം ഇതിനകം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. അവതാര പുരുഷനായ ക്രിസ്തുദേവന്റെ ശിഷ്യൻ വിശുദ്ധ തോമാവുകൾക്ക് കൃത്യമായൊരു സ്വീകരണം നൽകേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ആ ദിവ്യചരിത്രം അദ്ദേഹത്തിന്റെ ശിഷ്യനിൽ നിന്നും നേരിട്ട് കേൾക്കാനുള്ള സന്ദർഭം അസുലഭമാണെന്ന് നാം വിശ്വസിക്കുന്നു. മഹാരാജാവേ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, ഗലീലയിലെ ഒരു രാജ്യമായ നസ്രത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ഔസേപ്പിന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഒരു കന്യകയുടെ അടുക്കലേക്ക് ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു. ആ കന്യകയുടെ പേർ മറിയം എന്നായിരുന്നു. ദൈവദൂതൻ കന്യകയെ സമീപിച്ചു. നന്മ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി എന്ന് പറഞ്ഞ് അഭിവാദനം ചെയ്തു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം. അവിടുന്ന് മഹാനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ ദൈവവചനമനുസരിച്ച് ക്രിസ്തുദേവൻ കന്യകാപുത്രനായി പൂജാതനായി. ഓ, കന്യാപുത്രനോ? പ്രസവിച്ചു കഴിഞ്ഞാൽ അത് കന്യകയല്ല. ഒരുപക്ഷെ വിവാഹത്തിന് മുമ്പ് ഗർഭവതിയാണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു എന്താണ് നിർത്തിക്കളഞ്ഞത്? എന്താണെങ്കിലും തുറന്നു പറയൂ. അദ്ദേഹത്തിന് സംസാരിക്കുന്നില്ല, നാവുവാനങ്ങുന്നില്ല. അവിവേകം ക്ഷമിക്കണം, അദ്ദേഹത്തെ രക്ഷിക്കണം. ദൈവം നാവ് തന്നത് അദ്ദേഹത്തെ നിന്ദിക്കാനല്ല, നിഷേധിക്കാനല്ല. സർവശക്തനായ ഈശോ മിശിഹ നിങ്ങൾക്ക് മാപ്പ് തരട്ടെ. ഇത്ര പെട്ടെന്ന് അങ്ങേ തിരിയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. രത്നങ്ങൾ കുറെ ബാക്കിയുണ്ട്. ഇന്ന് തന്നെ കോസൽ രാജ്യത്ത് പോയി അതൊക്കെ വിറ്റ് തിരിച്ചു വരണം. കച്ചവടത്തിൽ അമിതാദായം ആഗ്രഹിക്കരുത്. കർത്താവ് നല്ല രക്ഷിക്കട്ടെ. രാജഗുരു ഇനി ആരോടും സൂക്ഷിച്ചേ പെരുമാറും. ഒരു അവതാര പുരുഷന്റെ പിൻഗാമിയെ അദ്ദേഹം അധിക്ഷേപിക്കാൻ തുനിഞ്ഞത് എന്തായാലും വിവേകമായി പോയി. തന്നെക്കാൾ വലിയൊരാളുമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഭാവം. അതിതോടെ അവസാനിച്ചു. ശരിയായിരിക്കാം, പക്ഷേ ഗുരുക്കന്മാരെ നിഷേധിക്കുന്നത് നിനക്കും നന്നല്ല. അതുകൊണ്ട് സത്യം മറച്ചു വെക്കാൻ സാധിക്കുമോ പിതാജി? തിരുമേനി, അവിടുത്തെ തിരുനാൾ ദിവസം രാജ്യമെങ്ങും ആ മഹോത്സവത്തിൽ പങ്കുകൊള്ളും തക്ക നോക്കി ഒരു മിന്നലാക്രമണം കൊണ്ട് നമ്മെ ആക്രമിച്ച് കീഴടക്കാൻ അയൽ രാജാവ് രുദ്രസേനൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതുവരെ ആക്രമണത്തിന് സൂചന പോലും നമുക്കുണ്ടായിരുന്നില്ല. ഇത്ര വേഗം ഒരു നല്ല സേനാവിഭാഗം അതിർത്തിയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ തന്ത്രപരമായ ഒരു നുഴഞ്ഞുകയറ്റത്തിനാണ് അവരുടെ പരിശ്രമം. എന്ന് വെച്ചാൽ നമ്മുടെ താക്കോൽ സ്ഥാനങ്ങൾ വഹിക്കുന്നവരെല്ലാം തന്ത്രത്തിൽ പാട്ടിലാക്കും. അവർ മുഖാന്തരം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വഞ്ചകരല്ല. എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കാൻ നിവൃത്തിയില്ല തിരുമേനി. ഈ കൊട്ടാരത്തിനകത്ത് വരെ ശത്രുചരന്മാർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അടിയന്റെ സൂക്ഷ്മമായ അറിവ്. മഹിപാൽ, വ്യക്തമായ തെളിവോടുകൂടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. വെറും സംശയം കൊണ്ട് തീരുമാനിക്കാനല്ല അവിടെ നിന്ന് ചാരപ്രധാനിയെ നിയമിച്ച് അനുഗ്രഹിച്ചത്. നാം സൂക്ഷിക്കണം, ഭയപ്പെടണമെന്ന് അടിയന് തോന്നുന്നില്ല. മന്ത്രിസഭ ഉടൻ വിളിച്ചു കൂട്ടണം. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും അടിയൻ തന്നെ ചെയ്തോളും. മഹാരാജാവ് തന്നെ അതിരറ്റ വിശ്വാസമാണ്. കിട്ടുന്ന അവസരം പാഴാക്കുന്നവന്റെ പേര് വിശ്വസ്തനെന്നല്ല, വിഡ്ഢിയെന്നാണ്. ഞങ്ങൾ ജയിച്ചാൽ ഈ രാജ്യം ഭരിക്കുന്നത് നിങ്ങളായിരിക്കും. ഞങ്ങളുടെ രാജാവിന് സാമന്തനായിരിക്കണമെന്നല്ലാതെ മറ്റൊരു വ്യവസ്ഥയും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത തരത്തിൽ എന്ത് സഹായവും ചെയ്തു തരാൻ ഞാൻ സന്നദ്ധ. അതുമതി.
ഇതിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം തൽക്കാലം ചെയ്യുക. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു.